തെരഞ്ഞെടുപ്പ് ആവേശം എങ്ങും കാണാൻ കഴിയുന്നുണ്ട്. കനത്ത ചൂടിലും ഒട്ടും കുറവില്ലാതെ തന്നെയാണ് പ്രചാരണവുമായിട്ട് മൂന്ന് മുന്നണികളും പോകുന്നത്. വടകര പിടിക്കാൻ ദേശീയ നേതാക്കളെ കളത്തിലിറക്കാൻ ഒരുങ്ങുകയാണ് മുന്നണികൾ. ഗൂഗിൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. എന്തായാലും തെരഞ്ഞെടുപ്പ് ആവേശം അത് മലബാറിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. വലിയ തിരഞ്ഞെടുപ്പ് ആവശ്യം തന്നെ മുക്കിലും മൂലയിലും ഒക്കെ തന്നെ ഓടി നടന്ന് പ്രചാരണം ശക്തമാക്കി ഓരോ വീടുകളിലും കയറി ഇറങ്ങി വോട്ട് പിടിക്കാനുള്ള തിരക്കിൽ തന്നെയാണ്. ഒപ്പം താരപ്രചാരകരെ കളത്തിലിറക്കുകയാണ് മൂന്ന് മുന്നണികളും ചെയ്യുന്നത്. എങ്ങനെ പോകുന്നു തിരഞ്ഞെടുപ്പ് ആവേശം? രജനി, വലിയ തെരഞ്ഞെടുപ്പ് ആവേശം തന്നെയാണ് ഈ വടകരയിലും കോഴിക്കോടും ഒക്കെ. മലബാർ മേഖലയിലാകെ വലിയ ആവേശത്തിലാണ് മുന്നണികൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്. ഇന്നലെ വരെ ഈ കോഴിക്കോട് വടകരയിലൊക്കെ വലിയ 38 ഡിഗ്രി സെൽഷ്യസിലുള്ള ചൂടൊക്കെ അനുഭവപ്പെട്ടിരുന്നു. അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട്, അതിനെ മറികടന്നുകൊണ്ട്, അതിനെ കാര്യമാക്കാതെയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രചാരണത്തിന് മൂന്ന് മുന്നണികളും നേതൃത്വം നൽകിയത്. ഇന്ന് രാവിലെ മുതൽ ചെറിയ തോതിലുള്ള ഒരു മഴ പെയ്യുന്നുണ്ട്. അത് അധിക ദിവസം നീണ്ടു നിൽക്കുമെന്നുള്ളതിനെ പറ്റിയൊന്നും ധാരണയില്ല. എന്നാലും ഇതൊന്നും ഇവരുടെ പ്രചാരണത്തെ ബാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഓരോ ദിവസം കഴിയും തോറും വ്യത്യസ്ത രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ടാണ് മൂന്ന് മുന്നണികളും മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വ്യക്തമായ ഒരു പ്ലാനോട് കൂടിയിട്ടാണ് അവർ എല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നത്. ഇനി ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്ത് ദേശീയ നേതാക്കളെ രംഗത്തിറക്കി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൊഴുപ്പിക്കാനുള്ള, ആവേശമാക്കാനുള്ള, കൂടുതൽ വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാനുള്ള ശ്രമമാണ് മുന്നണികൾ എല്ലാവരും നടത്തുന്നത്. NDA സ്ഥാനാർത്ഥി, വടകര ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി പ്രഫുൽ കൃഷ്ണനായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നേരിട്ടെത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. വിഷു കഴിയുന്നതോടുകൂടി അദ്ദേഹം വടകരയിലെത്താനാണ് സാധ്യത. ഏപ്രിൽ 18-ന് പ്രഫുൽ കൃഷ്ണനായി വടകര ലോക്സഭാ മണ്ഡലത്തിൽ രാജ്നാഥ് സിംഗ് പ്രചാരണത്തിനെത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ UDF-ഉം ദേശീയ നേതാക്കളെ താരപ്രചാരകരെ രംഗത്തിറക്കാനുള്ള സാധ്യത കാണുന്നു. കർണാടകയിൽ കോൺഗ്രസിന് വിജയത്തിന് വഴിയൊരുക്കിയ DK ശിവകുമാർ ആയിരിക്കും UDF-ന്റെ വടകര ലോക്സഭാ മണ്ഡലം ഷാഫി പറമ്പിലിനായി ആദ്യം വടകരയിലേക്ക് എത്തുക. അദ്ദേഹം 16-ാം തീയതി വടകരയിൽ ഷാഫി പറമ്പിലിനു വേണ്ടി വോട്ടഭ്യർത്ഥനയുമായി എത്തുമെന്നാണ് അറിയുന്നത്. 20-നുള്ളിൽ തന്നെ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്കയെ വടകരയിൽ എത്തിക്കാനുള്ള തീവ്രമായ ശ്രമവും UDF-ന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. 15-ാം തീയതി രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ വടകരയിലും ഇത്തരത്തിൽ ഒരു താരപ്രചാരകരായിട്ടുള്ള അല്ലെങ്കിൽ സമുന്നതനായ ദേശീയ നേതാവിനെ രംഗത്തിറക്കാനുള്ള ശ്രമമാണ് UDF-ന്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നത്. LDF-ഉം വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അവരും ദേശീയ നേതാക്കളെ തന്നെ രംഗത്തിറക്കാനാണ്. അടുത്ത ഘട്ടം ദേശീയ നേതാക്കളാണ് വടകരയിലെത്തുക എന്നുള്ളതാണ് പ്രത്യേകത. സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും ഉൾപ്പെടെയുള്ളവരെത്തും. പിണറായി വിജയൻ 2 ദിവസങ്ങളിലായി 2 വേദികളിലായി വ്യത്യസ്ത സ്ഥലങ്ങളിൽ പ്രസംഗിക്കും. 17-ാം തീയതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വടകരയിൽ ശൈലജ ടീച്ചർക്കായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തുക. 20-ാം തീയതിക്കുള്ളിൽ തന്നെ സീതാറാം യെച്ചൂരിയും ഈ വടകരയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. ഇനി 13 ദിവസം മാത്രമാണ്, ഇന്നേക്ക് 13 ദിവസം മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ഈ ദിവസങ്ങൾ കുറയുന്നതിനനുസരിച്ച് പരമാവധി വോട്ടുകൾ സാധിക്കുന്ന രീതിയിലൊക്കെ തങ്ങളുടെ പെട്ടിയിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാവരും നടത്തി കഴിഞ്ഞു. ഇത് ദേശീയ നേതാക്കൾ, ഇതിനപ്പുറത്തേക്കുള്ള ദേശീയ നേതാക്കൾ വടകരയിൽ എത്താനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. ഇത് ആദ്യഘട്ടത്തിൽ മുന്നണികളിൽ നിന്ന് അറിയാൻ കഴിയുന്ന വാർത്തയാണ്. രാജ്നാഥ് സിംഗ് എത്തുന്നു, സീതാറാം യെച്ചൂരി എത്തുന്നു, പ്രിയങ്ക എത്തുന്നു, മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യത്യസ്ത മണ്ഡലങ്ങളിലേക്ക് കേന്ദ്രീകരിച്ച് പ്രചാരണത്തിനായി എത്തുന്നു. ഇനിയുള്ള ദിവസങ്ങൾ കൂടുതൽ ആവേശത്തിൽ, കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ടേക്ക് പോകാനുള്ള സാധ്യതകളാണ് മുന്നണികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ വാർത്തകളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രജനി.